ഹലോ ഗൈസ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയസ് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 6 +1 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ഏതാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം? ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് റിസ്ക് അറൈസിങ് ഡ്യൂ ടു ഹ്യൂമൻ കോസ്. അല്ലെ, മാനുഷിക കാരണത്താൽ റിസ്ക്, അപകട സാധ്യത ഉണ്ടാകുന്ന ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. റിസ്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? മനുഷ്യന്റെ കാരണം കൊണ്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന് ഡിസോണസ്റ്റി അല്ലേ, ഡിസോണസ്റ്റി സത്യസന്ധത ഇല്ലായ്മ. അതേപോലെ തന്നെ സ്ട്രൈക്ക്, പണിമുടക്കുകൾ അല്ലേ, സമരങ്ങൾ, കലാപങ്ങൾ. അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയിൽ ഇൻഎഫിഷ്യൻസി, കെയർലെസ്നെസ്, അശ്രദ്ധ. അതേപോലെ തന്നെ നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ അവഗണന. അതേപോലെ തന്നെ സ്റ്റോപ്പേജ് ഓഫ് വർക്ക്, വൈദ്യുതിയൊക്കെ മുടങ്ങുന്നത് മൂലം, പവർ ലോസ് ഉണ്ടാകുന്നത് മൂലമുള്ള വൈദ്യുതി മുടക്ക്. ഇതൊക്കെ മനുഷ്യന്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന റിസ്കുകളാണ്, ബിസിനസ് റിസ്കുകളാണ്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? പോയിന്റ് ഔട്ട് എനി 2 ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRനെ കുറിച്ച് ഏതെങ്കിലും 2 വാദങ്ങളിൽ ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഇൻ ഫേവർ എന്ന് പറഞ്ഞു. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 4 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇഷ്ടം പോലെ എഴുതാം. 1, 2, 3, 4, 5, 6 ചോദിച്ചാൽ നമ്മൾ എഴുതും. എന്താണ്? ഒന്ന് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ബിസിനസ് നിലനിൽക്കാനുള്ളത്, ബിസിനസ് വളരാൻ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് ആവണം. ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ ബിസിനസ് റെസ്പോൺസിബിൾ ബിസിനസ് ആവണം. അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ ഇടപെടലുകളും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും ഒഴിവാക്കാൻ ബിസിനസ് റെസ്പോൺസിബിൾ ആവണം. മെയിൻ്റനൻസ് ഓഫ് സമൂഹത്തിന്റെ പരിപാലനത്തിന് ബിസിനസ് റെസ്പോൺസിബിൾ ആവണം. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, ഇനി 5 മാർക്കിന് ചോദിച്ചാൽ 5 എഴുതാം, 6 മാർക്കിന് 6 എഴുതാം. അപ്പോൾ ബിസിനസ്സിനപ്പോൾ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കൺവേർട്ടിങ് പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളാക്കി, പിന്നെ പ്രശ്നങ്ങൾ അവസരങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കാൻ. ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ, പിന്നെ സോഷ്യൽ പ്രോബ്ലംസിന്, സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. സോ അടുത്ത ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. എന്താ പറഞ്ഞേക്കുന്നത്? ബിസിനസിന്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന ആശയം നമ്മൾ പറഞ്ഞു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് വിശദീകരിക്കാനും ബിസിനസിന്റെ വിവേചനാധികാര ഉത്തരവാദിത്തത്തിന്റെ 2 ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇസ് ഒബ്ലിഗേഷൻ ഓഫ് ദ ബിസിനസ് മാൻ towards which are desirable in terms of objectives and values of society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അഭികാമ്യമായ ബിസിനസ്സുകാരുടെ ബാധ്യതകളെയാണ് നമ്മൾ ബിസിനസ്സിന്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ബിസിനസ്സിന് ഏതെങ്കിലും 2 ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഒന്ന് ഗിവിങ് ചാരിറ്റി ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചാരിറ്റി നൽകുക എന്നുള്ളത് ബിസിനസ്സിന് തീരുമാനിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ നാച്ചുറൽ കലാമിറ്റീസ് പിന്നെ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഇതാരും നിർബന്ധിക്കാതെ തന്നെ ബിസിനസ്സുകൾക്ക് ചെയ്യാവുന്ന, ബിസിനസ്സിന് വിവേചനാധികാരം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയുക? ഹൗ ബിസിനസ് ഇമ്പോർട്ട് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു ദി ഫോളോയിങ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് താഴെ പറയുന്ന മേഖലകളിലേക്ക് ബിസിനസ് എങ്ങനെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഓണേഴ്സിലേക്ക്, വർക്കേഴ്സിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക്, ഗവൺമെന്റിലേക്ക്, അല്ലെങ്കിൽ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെയാണ് ബിസിനസ് താല്പര്യങ്ങൾ, ഉത്തരവാദിത്തം എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് ബിസിനസ് എങ്ങനെയാണ് ബിസിനസിന്റെ ഓണേഴ്സിനോടുള്ള ഉത്തരവാദിത്തം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിന് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഓരോ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഉടമകളോട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് സുരക്ഷ ഉറപ്പാക്കുക,
അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. പിന്നെ എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള നിക്ഷേപത്തിന് വരുമാനം, തക്കതായിട്ടുള്ള വരുമാനം നൽകുക. അതേപോലെ തന്നെ തൊഴിലാളികളോട് ചെയ്യേണ്ടത് അവർക്ക് ന്യായമായിട്ടുള്ള വേതനം നൽകുക, ഫെയർ വേജ്. അതേപോലെ തന്നെ അവർക്ക് ജോബ് സെക്യൂരിറ്റി, തൊഴിൽ സുരക്ഷയും പ്രൊമോഷനും അവരുടെ കരിയർ ഗ്രോത്തിനുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇനി കൺസ്യൂമേഴ്സിനോട് ചെയ്യുന്നതോ, കൺസ്യൂമേഴ്സിനോട് റെഗുലർ സപ്ലൈ ഓഫ് കമ്മോഡിറ്റീസ്, കൃത്യമായിട്ട് അവർക്കുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി, നല്ല മികച്ച നിലവാരം പുലർത്തുക. അതേപോലെ തന്നെ റീസണബിൾ പ്രൈസ്, ന്യായമായിട്ടുള്ള വില ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ്, പിന്നെ കച്ചവട രീതികൾ അവരോട്, പിന്നെ വ്യാപാര രീതികൾ ഒഴിവാക്കുക എന്നുള്ളത്. ഗവൺമെൻറ്റിനോട് ചെയ്യേണ്ടതോ കൃത്യമായിട്ട് ടാക്സ് അടക്കുകയും നിയമപരമായിട്ടുള്ള ബിസിനസ്സുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിനോട് ബിസിനസ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റിയോട് ചെയ്യേണ്ടത് ഒപ്റ്റിമം യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി പിന്നെ റിസോഴ്സസ്, വിഭവങ്ങൾ കൃത്യമായിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ഇൻ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ പിന്നെ വെൽഫെയറും ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുകയും കൺട്രോൾ പൊല്യൂഷൻ ആസ് ഫാർ ആസ്, കഴിയുന്നിടത്തോളം പൊല്യൂഷൻ എന്ത് ചെയ്യുക, കുറക്കുക എന്നുള്ളത് ബിസിനസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ എന്താണ് പറയുക, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 കേസസ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ഏതെങ്കിലും ടൈപ്പ് പൊല്യൂഷൻസിനെ കുറിച്ച് പറയാം. ഒന്ന് എയർ പൊല്യൂഷൻ, നിങ്ങൾക്കറിയാം, പിന്നെ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മറ്റ് പിന്നെ പോയിസണസ് ഗ്യാസൊക്കെ പിന്നെ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ കെമിക്കലുകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ടിട്ട് അന്തരീക്ഷം മലിനപ്പെടുന്നതിനാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കെമിക്കൽ പിന്നെ കോമ്പണൻസും പിന്നെ അതേപോലെ തന്നെ മറ്റ് പോയിസണസ് ആയിട്ടുള്ള വേസ്റ്റുകളും പിന്നെ ജലാശയങ്ങളിൽ, പുഴകളിലും നദികളിലും കടലിലും മറ്റ് ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം അവിടുത്തെ ജലസമ്പത്തിനും അത് ഉപയോഗിക്കുന്ന മനുഷ്യർക്കും അതിനായിട്ട് ബന്ധപ്പെട്ട ജീവജാലങ്ങൾക്കും നമ്മുടെ മൊത്തം പ്രകൃതിക്കും ഉണ്ടാകുന്ന ദോഷത്തെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് ഓർ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റ് ഖരമാലിന്യം, ദ്രാവക മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മുടെ പിന്നെ മണ്ണിൽ നിക്ഷേപിക്കുക. അതുവഴി നമ്മുടെ മണ്ണിനും വെണ്ണിനും നമ്മുടെ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ലാൻഡ് ഓർ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പിന്നെ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വലിയ മെഷീനറികളിൽ നിന്നും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ശബ്ദം മൂലമുണ്ടാകുന്ന മലിനീകരണത്തെയാണ്. അതുമൂലം ഉണ്ടാകുന്ന നമ്മുടെ ശാരീരിക അന്തരീക്ഷ തകരാറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, കാർബൺ മോണോക്സൈഡ് എമിറ്റഡ് ബൈ ഓട്ടോമൊബൈൽസ് ഇസ് എ മേജർ കോസ് ഓഫ് പൊല്യൂഷൻ. അല്ലേ, പൊല്യൂഷൻ്റെ ഒരു പ്രധാന കാരണമാണ് അല്ലെ കാർബൺ മോണോക്സൈഡ്. അല്ലേ, ഏത് തരം പൊല്യൂഷനെയാണ് കാർബൺ മോണോക്സൈഡ്? ലാൻഡിലേക്കാണോ അതോ വാട്ടറിലേക്കാണോ എയറിലേക്കാണോ നോയ്സിലേക്കാണോ? നിങ്ങൾക്കറിയാം എന്താണ്, എയറിലേക്കാണ്. വാഹനങ്ങളുടെ പുക എയർ പൊല്യൂഷനാണ് കാരണമാകുന്നത്. പിന്നെ എന്താണ്, റെസ്പെക്ടിങ് റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് എ സൊസൈറ്റി ഈസ് എക്സാമ്പിൾ ഓഫ് കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. അല്ലേ, എക്സാമ്പിൾ ഓഫ് ഏത് തരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് ഒരു വിഭാഗത്തിൻ്റെ മത ആചാരങ്ങളെയും മറ്റും ബഹുമാനിക്കുന്നത്? അത് എത്തിക്കലാണോ, ലീഗലാണോ, എക്കണോമിക് ആണോ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്, അത് എത്തിക്കലാണ്, നൈതികപരമായിട്ടുള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്. അടുത്തത് എന്താണ്, എക്സ്പ്രസ് യുവർ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്സിലെ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത്. നമുക്കറിയാം, ബിസിനസ് കൃത്യമായിട്ട് വോളണ്ടറി എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ നിയമം മൂലമാണ് പലപ്പോഴും ചെയ്യിക്കുന്നത് എന്നുള്ളത്. ബിസിനസ് വളരാൻ വേണ്ടി ബിസിനസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതാണ്, സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് സൊസൈറ്റിയോട് ബിസിനസ്സിന് കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നതിന്. അതിന് ബിസിനസ്സിന് പബ്ലിക് ഇമേജ് വളരാൻ ആവശ്യമുണ്ട്. ഗവൺമെൻറ് റെഗുലേഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്താ പറയുന്നത്, സ്റ്റേറ്റ് എനി 2 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എന്റർപ്രൈസ് ടുവാർഡ്സ് ദ വർക്കേഴ്സ്. അല്ലേ, വർക്കേഴ്സിനോടുള്ളത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം ഡിസ്കസ് ചെയ്താണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള സാലറി പേയും അതേപോലെ തന്നെ അവർക്ക് സേഫ്റ്റിയും അവർക്ക് പ്രൊമോഷനുള്ള സാധ്യതയൊക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് അടുത്ത ചോദിച്ചത്, യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ CEO ഓഫ് ലീഡിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഹാവിംഗ് മെനി ബ്രാഞ്ചസ് അക്രോസ് ദ കൺട്രി. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് വിച്ച് യു ക്യാൻ ടേക്ക് ടു എൻഷുർ ബിസിനസ് എത്തിക്സ് ഇൻ യുവർ ഓർഗനൈസേഷൻ. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. എന്താണ്, ഒരു കമ്പനിയുടെ പിന്നെ CEO ആയിട്ട് നിങ്ങൾ നിയമിച്ചിരിക്കുന്നു. അപ്പം ബിസിനസ് എത്തിക്സ്
ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ബിസിനസ് എത്തിക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ? ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ, ബിസിനസ് എത്തിക്കൽ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ വളരെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അതേപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്, ഒരു കോഡ് പ്രസിദ്ധീകരിക്കുക, കൃത്യമായിട്ട് ഇങ്ങനെയാണ് നിയമാവലികൾ, നമ്മുടെ ബിസിനസ് എത്തിക്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസംസ് അല്ലേ? കൃത്യമായിട്ടുള്ള കംപ്ലയൻസ് മെക്കാനിസം സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പനിയിൽ എത്തിക്സ് നടപ്പിൽ വരുത്താൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ. അതേപോലെ തന്നെ ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവലിലുള്ള ലോവർ ലെവൽ മുതൽ ഹയർ ലെവലിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ മെഷറിംഗ് റിസൾട്ട്, ഇവയുടെയൊക്കെ ഫലങ്ങൾ പിന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്താണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. നേരത്തെ നമ്മൾ 4 എന്ന് പറഞ്ഞു അല്ലേ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെൻറ്റ്സ്. എന്നാൽ ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ്? ഒന്ന് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പ്രധാനപ്പെട്ട നമ്മൾ പറയാറുണ്ട് എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ ബിസിനസ് അതിൻ്റെ ഒബ്ജക്റ്റീവിൽ നിന്ന് മാറുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബർഡൻ ഓൺ ദ കൺസ്യൂമേഴ്സ് അല്ലേ? സംഭവം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് അതും ഇതുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പൈസ കൂടെ പ്രൊഡക്റ്റിന് മേലെ അല്ലെങ്കിൽ സർവീസിന് മേലെ അധികം ഈടാക്കിക്കൊണ്ട് ആ ബാധ്യത കൂടി കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിർബന്ധമാണോ എന്നുള്ളതൊരു ചോദ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്, അഥവാ ഒരു ബിസിനസ് സംരംഭത്തിൽ ബിസിനസ് ചെയ്യാനേ അറിയുള്ളൂ, അതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു കഴിവ് ബിസിനസ് ഇല്ല എന്നാണ് പറയുന്നത്. ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ പണി എന്താണ്? ബിസിനസ് കച്ചവടം ചെയ്യുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരാളുകളെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവില്ല എന്നുള്ളതാണ് അടുത്ത ആർഗ്യുമെൻറ്റ് പറയുന്നത്. പിന്നെ എന്താണ് ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട് അല്ലേ? എല്ലാ കാര്യങ്ങളിലും ബിസിനസ്സുകൾ ഇടപെടുന്നത് ആളുകൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക്, ഓർഗനൈസേഷനും താല്പര്യം ഉണ്ടാവില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ബിസിനസ് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റും കൂടെ നിലനിൽക്കുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? റെസ്പെക്ട് ഇൻ ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എ പീപ്പിൾ ഇൻ അഡ്വർടൈസിങ് എ പ്രോഡക്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അത്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്നുള്ളത്. അടുത്തത് റൈറ്റ് എനി 2 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഹിസ് കസ്റ്റമേഴ്സ്. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും ഹൈ പിന്നെ ക്വാളിറ്റി ഗുഡ്സും മറ്റു കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ. അടുത്തത് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ്, ഫൈൻഡ് ഇറ്റ് അല്ലേ? ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് താഴെ പറയുന്നതിലൊന്ന് ഏതാണ് കണ്ടത്? ചാർജിങ് ഫെയർ പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ്, ഗിവിംഗ് വേജസ് ടു എംപ്ലോയീസ് ബൈ നോട്ട് കൺസിഡറിങ് ദെയർ വർക്ക് ലോഡ്. പിന്നെന്താണ് യൂസിങ് കറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ഫോർ പ്രോഡക്ട്സ്. അടുത്തത് ഗിവിംഗ് ചാൻസസ് ടു ഹിയർ ദി പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് ഉൽപ്പന്നത്തിന് ന്യായമായ വില ഈടാക്കുന്നു എന്നുള്ളത് എന്താണ്? ബിസിനസ് എത്തിക്സിന് എതിരാണോ അല്ലയോ? ആണോ? നിങ്ങൾ പറയുക. ഓക്കെ. അടുത്തെന്താണ്? ജോലി ഭാരം കണക്കിലെടുക്കാതെ ജീവനക്കാർക്ക് വേതനം നൽകുന്നു. ഓക്കെ, അത് എത്തിക്സിനെതിരാണോ അല്ലയോ? ഉൽപ്പന്നങ്ങളുടെ ശരിയായ അളവ് ഉപയോഗിക്കുന്നു, എതിരാണോ അല്ലയോ? ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നു, എതിരാണോ അല്ലയോ? എന്താണ് പറയുന്നത്? ജീവനക്കാരുടെ ജോലി ഭാരം കണക്കിലെടുക്കാതെ അവർക്ക് വേതനം നൽകുക എന്നുള്ളത് ബിസിനസ് എത്തിക്സിനെതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാണ് കൂട്ടത്തിൽ പെടാത്ത. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഏരിയാസിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചാ